സത്യവിശ്വാസികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, അസ്സലാമു അലൈക്കും. ഖുർആൻ ധ്യാനം 1-ന്റെ 3-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ധ്യാനാത്മകമായി ഹൃദയഗുരു മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ വഴിത്താരയിൽ, ആ ഹൃദയ വഴിയിൽ നമ്മൾ അതിനെ പുണരാൻ ശ്രമിക്കുന്നതെന്ന് വിശദീകരിക്കുകയും പല സൂക്തങ്ങളിലൂടെ നമ്മളത് അറിയാനും പകരാനും ശ്രമിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വളരെ പ്രധാനമായ പ്രാപഞ്ചിക പൊരുളിനെ, അതിൻ്റെ പൊരുളിൻ്റെ സത്തയെ വിശദീകരിക്കുന്ന മാ റമൈത്ത ഇത് റമൈത്ത വലാക്കിൻ അല്ലാഹ റമാ നമ്മൾ അറിയാൻ ശ്രമിച്ചു. അതിൻ്റെ നേർത്തൊരു ജാലകം തുറക്കാൻ, അതിൻ്റെ ജ്ഞാനപ്പൊരുളിനെ, ആ സൂക്തത്തിൻ്റെ, ആ മഹാസൂക്തത്തിലടങ്ങിയിരിക്കുന്ന ജ്ഞാനപ്പൊരുളിലേക്ക് ഒരു നേർത്ത ദർശനം, അത് മാത്രമാണ് നമുക്ക് സാധ്യമാകുന്നത്. അതൊരപാരതയാണ്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഈ സർവ്വസാഗരങ്ങളും മഷിയാക്കിയാലും സർവ്വവൃക്ഷങ്ങളും പേനയാക്കിയാലും തീരാത്ത സാഗരമാണ്. നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു തുള്ളി പോലുമില്ല. അത്രയും സൂക്ഷ്മമാണ് നമുക്ക് അറിയാനാകുന്നത്. അതിലും സൂക്ഷ്മമാണ് പറയാനാകുന്നത്. അതിലും സൂക്ഷ്മമാണ് ശ്രവിക്കാനാകുന്നത്. അതുകൊണ്ട് അതിനപ്പുറം, ഈ പറയുന്നതിനും കേൾക്കുന്നതിനും അപ്പുറമുള്ള പൊരുളിനെ ഹൃദയം കൊണ്ട് നുകർന്നെടുക്കലാണ് നമ്മുടെ ഈ ധ്യാനാത്മകമായ സമീപനമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നത് പല രീതിയിലാണ്, പല തലത്തിലാണ്. ഗുരു എങ്ങനെയാണോ സമീപിച്ചത് അതിൻ്റെ കൂടെ ഒഴുകുക മാത്രമാണ് നമ്മുടെ വഴി. ചിലപ്പോൾ ഒരക്ഷരത്തെക്കുറിച്ചാകാം ഗുരു പറയുന്നത്, ചിലപ്പോൾ ഒരു വാക്കിനെക്കുറിച്ചാകാം, ചിലപ്പോൾ ഒരു സെൻറ്റൻസിനെ കുറിച്ചാകാം, ഒരു വാക്യമാകാം, ചിലപ്പോൾ ഒരു സൂക്തത്തെ മുഴുവനായിട്ടുമാകാം, ചിലപ്പോൾ ഒന്നോ അതിലധികമോ സൂക്തങ്ങൾ ഒരുമിച്ച് വെച്ച് അതിൻ്റെ പൊരുളിൻ്റെ അതിൻ്റെ ആകെപ്പൊരുളിനെ എടുത്ത് ഇങ്ങനെ ഗുരു വിശദീകരിക്കാകാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ സമീപിക്കുമെന്നുകൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോ അനുവാചകനും, ഇത് ശ്രവണം ചെയ്യുന്ന ഓരോ ആൾക്കും അത് സൂക്ഷ്മതലത്തിൽ ഹൃദയത്തിൽ മനസ്സിലാകും. അതുകൊണ്ട് നിയതമായ ഒരൊറ്റ രീതിയെ പിന്തുടരുന്നതല്ല, ഗുരുവഴികളെല്ലാം അങ്ങനെയാണ്. ഇതിൻ്റെ ജ്ഞാനരീതികളും പ്രണയാത്മകമായ സമീപനങ്ങളുമെല്ലാം ഒരു ഖണ്ഡിതമായ ഒരു രീതിയിൽ ഇങ്ങനെ കൃത്യമായൊരു ഫ്രെയിമിനകത്ത് നിൽക്കുന്നതല്ല. എല്ലാ ഫ്രെയിമുകളെയും പൊട്ടിക്കുന്ന, എല്ലാ മാനദണ്ഡങ്ങൾക്കും അതീതമായിട്ട് ചരിക്കുന്ന ഒരു ജ്ഞാനപ്രവാഹമാണ് ഈ കാവ്യതലത്തിൽ കാവ്യാത്മകമായി സമീപിക്കുമ്പോൾ, ജ്ഞാനാത്മകമായി സമീപിക്കുമ്പോൾ, ധ്യാനാത്മകമായി സമീപിക്കുമ്പോൾ സംഭവിക്കുകയെന്ന് ഇതിൻ്റെ കൂടെ ഒഴുകുമ്പോൾ മസനവിയിൽ ഇത്രയും സഞ്ചരിച്ചവർക്ക് എളുപ്പം അത് മനസ്സിലാകും. പുതിയതായി കേൾക്കുമ്പോൾ അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒക്കെ മാത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് 2 സൂക്തങ്ങളെയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 154-ാമത്തെ സൂക്തം, 3-ാമത്തെ അധ്യായമായ ആലു ഇമ്രാനിലെ 169-ാമത്തെ സൂക്തം. ഈ 2 സൂക്തങ്ങളെയും ഒരുമിച്ച് ആണ് നമ്മൾ ഇന്ന് ഗുരു എങ്ങനെയാണ് അതിനെ സമീപിച്ചിരിക്കുന്നത്, അതിൻ്റെ പൊരുളിനെ. ചിലപ്പോൾ ഒരു വാക്കെടുത്ത് അതിൻ്റെ പൊരുളിനെ ഇങ്ങനെ പിന്നെയും പിന്നെയും പറയുകയാകും. ഇതിൽ പറയുന്ന ഒരു പൊരുളുണ്ട്, ഇതിൻ്റെ ഒരു സത്തുണ്ട്. ആ സത്തിനെ അതിൻ്റെ ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും എളിയ ഒരു തലത്തിൽ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനെ പകരാനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ്. നമുക്ക് നോക്കാം ആയത്ത്. 2-ാമത്തെ അധ്യായം 154-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ എന്നതാണ് ഒരു സൂക്തം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത്. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, യഥാർത്ഥ ജീവിതമുള്ളവരാണവർ. എന്നാൽ നിങ്ങൾക്കത് കാണാനാകുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ല എന്ന് മാത്രം. ഇതാണ് അതിൻ്റെ
സാമാന്യമായ അർത്ഥം. 3-ാമത്തെ അധ്യായത്തിലെ 169-ാമത്തെ സൂക്തം വളരെ പ്രശസ്തമായ സൂക്തമാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നത്. ദൈവമാർഗത്തിൽ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് അവർ മരിച്ചു പോയവരായി നീ ഗണിക്കരുത്, എന്നാൽ അവർ അവരുടെ രക്ഷിതാവിൽ ജീവിച്ചിരിക്കുന്നവരാണ്, മാത്രമല്ല അവർക്ക് ആഹാരവും നൽകപ്പെടുന്നു. ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നതാണ്. ഇത് സാധാരണ രക്തസാക്ഷികളെക്കുറിച്ച് പറയുന്നതാണ്. ഇവിടെ നമ്മൾ ആധ്യാത്മിക അർത്ഥത്തിൽ എങ്ങനെയാണ് അതിനെ ഗുരു സമീപിക്കുന്നത് എന്ന് നോക്കാം. മസനവിയ മാനവിയുടെ 1-ാം വോള്യത്തിൽ 3933-ാമത്തെ ഇരടിയിൽ ഗുരു പറയുന്നു, ദാനയേ മുർദൻ മറാഷിറീൻ ശുദസ്ത്. മരണത്തിൻ്റെ കനി എനിക്ക് എത്രമാത്രം മധുരതരമാണ്. ബൽഹും അഹ്യാഉം പിയേ മൻ ആമദസ്ത്. യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ, യഥാർത്ഥത്തിൽ ജീവിക്കുന്നവരെന്ന ആ ഭാഗമുണ്ടല്ലോ, ആരാണോ ആ വചനമുണ്ടല്ലോ, ബൽഹും അഹ്യാഉൻ എന്ന് പറഞ്ഞ ബൽ അഹ്യാഉൻ, നമ്മൾ 2 സൂക്തത്തിലും കേട്ടു ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ, അറിയുന്നില്ല എന്ന്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നത് അതിനെ ഇഖ്തിബാസായിട്ട് ചേർത്തുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. ഖുർആനിക സൂക്തഭാഗങ്ങളെ ഈ കാവ്യത്തിൽ ചേർക്കുന്നതിനെയാണ് ഇഖ്തിബാസ് എന്ന് പറയാം. അപ്പം അങ്ങനെ ആ ബൽഹും അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ, അവർക്ക് നിത്യജീവൻ ലഭിച്ചവരാണ്. ആ നിത്യജീവൻ ലഭിക്കുന്നത് ഈ ജീവിതത്തിലാണോ അല്ലെങ്കിൽ മരണശേഷമാണോ? ആ 2 തലത്തെക്കുറിച്ചും ഗുരു പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്ന് അറിയാൻ ശ്രമിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഷഹീദുകൾ, അതാണ് നമ്മൾ പറയുന്ന ഖുത്ലൂ ഫീ സബീലില്ലാഹി, ആ ദൈവമാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ എന്ന് പറയുന്നത്. ആ കൊല ചെയ്യപ്പെടുന്നത് ആധ്യാത്മിക അർത്ഥത്തിൽ ആ നഫ്സിനെ കൊല ചെയ്യുന്നതാണ്. അവർ സത്യസാക്ഷികളാണ്, സത്യത്തെ ബോധ്യം വന്നവരാണ്, സത്യത്തെ ദർശിച്ചവരാണ്, യഥാർത്ഥമായതെന്തോ പരമമായതെന്തോ പരമമായതിനെ സന്ധിച്ചവരാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ അവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ. ആരാണ് ഈ ലോകത്ത് ജീവിക്കുന്നവർ? ഈ ലോകത്തിനപ്പുറം ജീവിക്കുന്നവർ. യഥാർത്ഥ നിത്യജീവൻ ലഭിക്കുന്നത് ആർക്കാണ്? അവർ ആ സാക്ഷ്യം, ആ സാക്ഷാത്കാരം സിദ്ധിച്ചവരെയാണ്. ആ തഹ്ഖീഖ്, ആ ഹക്കിനെ, അതിൻ്റെ സാക്ഷാത്കാരത്തിൽ അത് റിയലൈസ് ചെയ്തവരാണ്, റിയലൈസേഷൻ സാധിച്ചവരാണ്. ഇതിനെയാണ് നമ്മൾ സംസ്കൃതത്തിൽ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഏതൊന്നാണോ പൂർത്തീകരിക്കാനുള്ളത്, ഏതൊന്നിനാണോ ഒരു ജന്മം, ഒരു മനുഷ്യ ജന്മം എടുത്തിരിക്കുന്നത്, ഏതൊന്നിനെയാണോ അതിൻ്റെ സമ്പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ മനുഷ്യൻ അവൻ്റെ ഇരുൾ മൂടിയിരിക്കുന്ന അവൻ്റെ നഫ്സിൽ നിന്നും അവൻ സംസ്കൃതമാകേണ്ടതുണ്ട്, ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, തസ്കിയത്ത് സംഭവിക്കേണ്ടതുണ്ട്, അവിടെ സംശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തേണ്ടതുണ്ട്, ആ ലുൽമിൽ നിന്നും നൂറിലേക്ക്, ആ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക്. ഇതാണ് ഓരോ പ്രവാചകനും ഗുരുവിൻ്റെയും ധർമ്മം എന്താണെന്ന് നമ്മുടെ ഇതിൻ്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞു. ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക, ആ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ഈ പ്രകാശമാണ് അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള് എന്ന് പറഞ്ഞു. പരിശുദ്ധ റസൂലിനെ പറഞ്ഞു, ഖുർആനിനെ പറഞ്ഞു, ഗുരു പരമ്പരയെ പറഞ്ഞു. എല്ലാം പ്രകാശമാണ്. ആ പ്രകാശമായി തീരുക, ആ പ്രകാശത്തെ അറിയുക, ആ പ്രകാശമായി തീരുക. ആ പ്രകാശത്തിലേക്ക് ഉണർന്നവർ മാത്രമാണ്, പ്രകാശമായി തീർന്നവർ മാത്രമാണ് എന്താകുന്നത്? അവർക്ക് മാത്രമാണ് നിത്യജീവൻ ലഭിക്കുന്നത്. ആ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആ പ്രകാശം വന്നെത്തി ആ ഇരുളത്രയും കൊല ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ ഇരുൾ കൊല ചെയ്യപ്പെട്ട ആ സാക്ഷ്യം സിദ്ധിക്കണമെങ്കിൽ ഇരുളത്രയും ഇല്ലാതാക്കണം. ആ നഫ്സിന് എന്താകണം? ഖുത്ലൂ ഫീ സബീലില്ലാഹ്, ആ ദൈവികതയുടെ പ്രകാശമാർഗത്തിൽ അതത്രയും നിഷ്പ്രഭമാകേണ്ടതുണ്ട്. ആ നിഷ്പ്രഭമായത് മാത്രമാണ് എന്താവുക? അതിന് മാത്രമാണ് നിത്യജീവൻ സാധ്യമാവുക എന്നാണ് ഈ ആയത്തിൻ്റെ, ഈ സൂക്തത്തിൻ്റെ പൊരുൾ. നമുക്കത് കുറച്ചുകൂടി ആഴത്തിൽ എങ്ങനെയാണ് ഗുരുക്കന്മാർ അതിനെ സമീപിച്ചെന്ന് നോക്കാം. മൻസൂർ ഹല്ലാജിൻ്റെ, നമുക്കറിയാം മൻസൂർ ഹല്ലാജ് അനൽ ഹഖ് എന്ന് പറഞ്ഞതിന് കൊല ചെയ്യപ്പെട്ട മൻസൂർ ഹല്ലാജ്. നമ്മളത് പല തലത്തിൽ മൻസൂർ ഹല്ലാജിനെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ വിശ്രുതമായ കാവ്യഗ്രന്ഥമാണ് ദീവാൻ. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു മനോഹരമായ കവിതയുണ്ട്. ആ കവിതയും ഇതുപോലെ തന്നെ മൗലാന റൂമി മഥനവിയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് ആ കവിത എങ്ങനെയാണെന്ന് നോക്കുക. ആ കവിതയിൽ പറയുന്നു, ഉഖ്തുലൂനി യാ സിഖാത്തി ഇന്ന ഫീ ഖത്ലി ഹയാത്തി വ മമാത്തി ഫീ ഹയാത്തി വ ഹയാത്തി ഫീ മമാത്തി. അതിൽ പറയാണ്, ഉഖ്തുലൂനി യാ സിഖാത്തി, ഹേ വിശ്വസ്തനെ, എന്നെ കൊന്നുകളയുക, എന്നെ ഇല്ലായ്മ ചെയ്യുക. ഇത് തൻ്റെ നഫ്സിനെയാണ്, ആ നഫ്സിൻ്റെ ഏറ്റവും സ്ഥൂലരൂപമായ ശരീരത്തെ ചേർത്താണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ അനുഭവത്തെ പറയണം, എന്നെ ഇല്ലായ്മ ചെയ്യൂ. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതലത്തിൽ ശരീരവും കൂടി ചേർന്നുകൊണ്ടാണ് പറയുന്നത്. സാധാരണ ഗുരുക്കന്മാർ അതിൻ്റെ നഫ്സിൻ്റെ പൂർണ്ണ തലത്തെയാണ് പറയുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഇത്തരം ശുഹദാക്കൾ വരുന്നത്. അപ്പോൾ സൂഫി രക്തസാക്ഷി കൂടിയാണ് മൻസൂർ ഹല്ലാജ്. അതുകൊണ്ട് ആ രക്തസാക്ഷിയുടെ സത്യസാക്ഷ്യത്തെ എളുപ്പത്തിൽ ബാഹ്യതലത്തിൽ തന്നെ കൃത്യതയോടെ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ അതുകൂടി ചേർത്ത് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ സത്യസാക്ഷ്യവും രക്തസാക്ഷ്യവും തമ്മിൽ ബന്ധമില്ലെങ്കിലും ബന്ധമുണ്ടാകുന്നത് അതത്രയേ അതിന് വിലയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും സ്ഥൂല തലത്തിൽ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ്. ഇവിടെയാണ് പറയുന്നത്, ഉഖ്തുലൂനി യാ സിഖാത്തി, എൻ്റെ വിശ്വസ്തനെ. ആ ഗുരു തലത്തിൽ പറയാണ്. ആ പ്രകൃതിയോടും ആ പ്രാപഞ്ചികതയോടും ആ തലത്തിൽ ചിലപ്പോൾ പറയാം. ഇവിടെ പറയുന്നത് അതാണ്, ഉഖ്തുലൂനി യാ സിഖാത്തി, ഹേ വിശ്വസ്തനെ, എന്നെ കൊന്നുകളയൂ. ഇന്ന ഫീ ഖത്ലി ഹയാത്തി, എൻ്റെ മരണത്തിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം ഇരിക്കുന്നത്. എൻ്റെ നിത്യജീവൻ, എൻ്റെ ഹയാത്ത് ഇരിക്കുന്നത് എൻ്റെ മരണത്തിലാണ്. എന്നെ കൊല ചെയ്യുമ്പോഴാണ്, എന്നെ ഇല്ലായ്മ ചെയ്യുമ്പോഴാണ്, അതിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. അപ്പോൾ മമാത്തി ഫി ഹയാത്തി, എൻ്റെ മരണം ഫി ഹയാത്ത്, എൻ്റെ ജീവിതത്തിലാണ് എൻ്റെ മരണമുള്ളത്. വ ഹയാത്തി ഫി മമാത്തി, എൻ്റെ ജീവിതമുള്ളതോ അതെൻ്റെ മരണത്തിലുമാണ്. മരണത്തിൽ ജീവിതവും ജീവിതത്തിൽ മരണവുമാണുള്ളത്. അതറിയാതിരിക്കുന്നത് മൃതമാണ്. ആ സാക്ഷ്യം സിദ്ധിക്കാതെയുള്ള ജീവിതം, ആ പൊരുളിനൊപ്പമല്ലാതെയാകുന്ന ഈ ജീവിതം അത്രയും എന്താണ്? ആ ജീവിതം വെറും മരണത്തിന് തുല്യമാണ്, അത് മൃതമാണ്. എങ്കിലോ ഇതിൽ നിന്ന് മരണം സംഭവിച്ചാലോ അതെൻ്റെ നിത്യജീവനുമാണ് എന്ന് ഗുരു പറയാണ്. ഹേ വിശ്വസ്തനെ, എന്നെ കൊന്നുകളയുക. നിശ്ചയം ഈ കൊല ചെയ്യപ്പെടലിലാണ് എൻ്റെ ജീവിതം. എൻ്റെ ഈ ജീവിതമാണ് എൻ്റെ മരണം, ഈ മരണം എനിക്ക് ജീവിതവും എന്ന് ഗുരു പറയുന്നു. ഈ ഭാഗത്തെ, ഈ അനുഭവാത്മക കാവ്യധാരയോട് ചേർന്ന് റൂമി മസനവിയുടെ 1-ാം വോള്യത്തിലെ 3934 ഇരടിയിൽ പറയാണ്, ഉഖ്തുലൂനി യാ സിഖാത്തി ലായിമ ഇന്ന ഫീ ഖത്ലി ഹയാത്തി ദായിമ. ഹേ പ്രിയനെ, നിന്ദ്യമായ ഈ അഹത്തെ കൊല ചെയ്യുക. ഉഖ്തുലൂനി, എന്നെ കൊല ചെയ്യുക എന്നുള്ള ഇവിടെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മാർത്ഥത്തിലാണ് ഗുരു അതിനെടുക്കുന്നത്. എൻ്റെ അഹത്തെ കൊല ചെയ്യുക, എൻ്റെ നഫ്സിനെ കൊല ചെയ്യുക. നിശ്ചയം അഹം വധിക്കപ്പെടുന്നതിലാണ് നിത്യജീവിതം ഇരിക്കുന്നത്. ആ നഫ്സിനെ കൊല ചെയ്യപ്പെടുമ്പോഴാണ്, ആ നഫ്സ് ഇല്ലായ്മ ചെയ്യപ്പെടുന്നതിലാണ് യഥാർത്ഥത്തിൽ ഹയാത്തി ദായിമ, നിത്യജീവിതം ഇരിക്കുന്നത് എന്ന് ഗുരു പറയാണ്. ആ അഹത്തിൻ്റെ ഏറ്റവും നേരത്തെ പറഞ്ഞ ആ സ്ഥൂലമായ ഭാവമാണ് ദേഹതലം. ആ ദേഹത്തിൻ്റെ സൂക്ഷ്മ പതിപ്പാണ് അഹം. അഹം എന്നത് നഫ്സ് എന്നതാണ്. അതിൻ്റെ പരിശുദ്ധാവസ്ഥ, സ്വയമില്ലാത്ത അവസ്ഥ ഈ ജീവിതത്തിൻ്റെ തന്നെ എന്താണ്, ഈ ജീവിതത്തിൽ തന്നെ സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് അറിയുന്നത്. അതുകൊണ്ടാണ് സൂഫികൾ മൂത്തു ഖബ്ല അൻ തമൂത്തു എന്ന് പറയുന്നത്, മരണത്തിന് മുൻപേ മരിക്കുവീൻ എന്ന് പറയുന്നത്. കാരണം യഥാർത്ഥ മരണത്തിൽ, അതാണ് യഥാർത്ഥ സമാധിയുടെ അവസ്ഥ. ആ സമാധി എന്നത് ആ മരണത്തിനോട് ചേർത്ത് പറയും, ആ സാക്ഷ്യത്തോട് ചേർത്ത്, ആ സാക്ഷ്യമായി ആ സാക്ഷാത്കാരത്തിലെത്തുമ്പോൾ അതിലാണ് യഥാർത്ഥത്തിൽ ആ സമാധിയുടെ അനുഭവം ഉണ്ടാകുന്നത്. ആ അനുഭവത്തിലാണ് ഇല്ലായ്മ സംഭവിക്കുന്നത്, ഇരുളുകൾ അത്രയും മാറുന്നത്, ഈ നഫ്സ് അത്രയും പോകുന്നത്. അതുകൊണ്ട് ആ മനസ്സ്, ആ അഹം എന്ന തലത്തിൽ അതിന് നഫ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ശരീരം എന്ന തലത്തിലും ആത്മാവെന്ന തലത്തിലും ഏറ്റവും സംശുദ്ധമാക്കപ്പെടുമ്പോൾ അതിനെയും നഫ്സ് എന്ന് ഉപയോഗിക്കുന്നു. നമ്മൾ നഫ്സുകളുടെ 7 ഘട്ടങ്ങളെക്കുറിച്ച് മുമ്പ് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നഫ്സുൽ ഏറ്റവും അടിസ്ഥാന തലത്തിലുള്ള നഫ്സ് മുതൽ ഏറ്റവും മേലെയുള്ള നഫ്സുൻ കാമില വരെയുള്ള 7 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ ചേർത്ത് പറയുന്നില്ല. അപ്പോൾ അവിടെ ആ നഫ്സിൻ്റെ ആ നഫ്സ് ഏറ്റവും അധമമായ ഇടത്ത് നിന്ന് ഏറ്റവും പൂർണ്ണമായ നഫ്സുർ റഹ്മാനിയായ, ആ റഹ്മാനീയത്തിൻ്റെ ഏറ്റവും കൃപാപൂർണമായ, ഏറ്റവും സംശുദ്ധമായ, ഏറ്റവും സമ്പൂർണമായ
കാമിലായ രൂപത്തിലേക്ക് വരെ നഫ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിലുണ്ടാകുന്ന ഇരുളുകളെ ഇങ്ങനെ മാറി ഏറ്റവും ഇരുൾ ചേർന്ന ഇടത്തെ ഏറ്റവും അധമമെന്നും ഇരുൾ മാറി 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 ഏറ്റവും സമ്പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ആത്മാകാശങ്ങളുടെ ഓരോ ഘട്ടങ്ങളെയും നഫ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ചേർത്ത് പറയുന്നത്. അതിൻ്റെ ഏറ്റവും സ്ഥൂലമായ അർത്ഥത്തിൽ ദേഹത്തോട് വരെ ചേർന്നത് വരുന്നു. അതെല്ലാ അർത്ഥത്തിലും അതിനെ ഇല്ലായ്മ ചെയ്യപ്പെടലാണ് യഥാർത്ഥമായ ജീവിതം ഇരിക്കുന്നത്. അവിടെയാണ് നിത്യജീവിതം ഇരിക്കുന്നത്. അവിടെയാണ് സാക്ഷ്യം ഇരിക്കുന്നത്. 3935 ഈരടിയിൽ ഗുരു പറയുന്നു, ഇന്നഫി മൗതി ഹയാത്തി യാ ഫതാ, ഹേ ദിവ്യാനുരാഗി, നിശ്ചയം ഈ മരണത്തിലാണ് ജീവിതം ഇരിക്കുന്നത്. ഹസ്രത്ത് അലിയുടെ വാക്കുകളോട് ചേർത്ത് പറയാണ്. ഈ ഭാഗത്ത് ഹസ്രത്ത് അലിയുടെ ഒരു സുപ്രധാന സംഭവത്തിൽ ആ യുദ്ധത്തോട് ചേർത്ത് ആ ശത്രു മുഖത്തേക്ക് തുപ്പിയപ്പോൾ അതിനെ ഇല്ലായ്മ അദ്ദേഹത്തെ കൊല ചെയ്യാതെ വാള് താഴെയിടുന്ന അവിടെ തൻ്റെ നഫ്സ് കടന്നു വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ കൊല ചെയ്യാതെ വിട്ടത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനോട് ചേർത്തുള്ള ആണ് ഈ വരികളെല്ലാം വരുന്നത്. കം ഉഫാറഖ് മൗതനി ഹത്താ മതാ, എത്ര കാലം ഹേ ദിവ്യാനുരാഗി, നിശ്ചയം ഈ മരണത്തിലാണ് ജീവിതം ഇരിക്കുന്നത്. നിന്റെ പ്രഭവത്തിൽ നിന്ന് എത്ര കാലം നീ വേറിട്ട് നിൽക്കും? നീ നിന്റെ പ്രഭവത്തിൽ, നിന്റെ ഉറവിടത്തിലായിരുന്നു നീ. ആ ഉറവിടത്തിൽ നിന്നാണ് നീ വന്നത്. നമ്മൾ മസ്നവിയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്ന ആ പുല്ലാങ്കുഴലിൻ്റെ ആ വിലപനം അത്രയും ഓരോ അനുരാഗിയുടെയും വിലപനമാണ്. അവൻ്റെ രോദനമാണ്, അവൻ്റെ തേങ്ങലാണത്. ആ വിലാപത്തിൽ അവനിങ്ങനെ പറയുന്നത് എന്താണ്? അവൻ്റെ ഉള്ളത്തിലുള്ള ആ നീയാകുന്ന ആ പുല്ലാങ്കുഴൽ അതിൻ്റെ ഓരോ സ്വരധാരയുതിർക്കുമ്പോഴും അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൊരുളിൽ നിന്ന്, അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് വേർപെട്ടു പോയ ആ ദൈവികതയാകുന്ന അതിൻ്റെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ നിന്ന് വേർപെട്ടു പോയി ഈ മനുഷ്യ തലത്തിലേക്ക് വന്നെത്തി. ആ വേർപാടിൻ്റെ വിരഹത്തിൻ്റെ നോവ് ഉള്ളം കൊണ്ട് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന ഓരോ മനുഷ്യ ഹൃദയവും ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഉറവിടത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ആ മുളങ്കാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ആ പുല്ലാങ്കുഴലിൻ്റെ വെമ്പലാണതെന്ന് ചേർത്ത് ഒരു ഉപമയിലൂടെ പറയുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് ആ മരണത്തിലേക്ക് നീയാകുന്ന ഈ അസ്തിത്വം, നീ എന്ന് തോന്നുന്ന നിൻ്റെ ഈ സ്വത്വം, ഈ അഹം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെട്ട് യഥാർത്ഥമായതെന്തോ ആ പരമമായ ഉണ്മ മാത്രം ബാക്കിയാകുമ്പോഴാണ് നിനക്ക് എന്ത് സംഭവിക്കുന്നത്? നീ അതിലേക്ക് തിരിച്ചെത്തുന്നത്. അവിടെയാണ് നിനക്ക് സാക്ഷ്യം സാധ്യമാകുന്നത്. അവിടെയാണ് നീ ജീവിക്കുന്നത്. ബൽ ഹും അഹ്യാഉൻ എന്നിവിടെ പറഞ്ഞത് അതാണ്. ആ ഭാഗമാണ് ഈ രണ്ട് സൂക്തങ്ങളിലും ഗുരു പറയുന്നത്. ആ രണ്ട് സൂക്തങ്ങളിൽ നിന്നും എടുത്ത് ബൽ അഹ്യാഉം വലാകില്ലാ തശഊറൂൻ, നിങ്ങൾക്കതറിയാൻ, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അതിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അതിനുശേഷം അതിന് ആഹാരം നൽകപ്പെടുന്നത്. ഈ ആഹാരം എന്നതിനെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്. ആഹാരം നൽകപ്പെടുന്ന ഈ സത്യസാക്ഷ്യം സിദ്ധിച്ചവരെ സംബന്ധിച്ച് അവരുടെ ഹൃദയങ്ങളിലേക്ക് ആ ജ്ഞാനത്തിൻ്റെ ഉറവ നിതാന്തമായി നിത്യമായി പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ആത്മജ്ഞാനികൾക്ക് ലഭിക്കപ്പെടുന്ന ആഹാരം എന്നത് യഥാർത്ഥമായ ആ ജ്ഞാനമാണ്, ആത്മജ്ഞാനമാണ്. ആഹാരം ലഭിക്കപ്പെടുന്നത് കൊണ്ടാണ് അവരെ ആത്മജ്ഞാനി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ റൂഹിൻ്റെ ആഹാരമാണത്. ആഹാരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അല്ലാണ്ടത്തെ ഭൗതികതയിൽ, ഈ ലൗകികതയിൽ അഭിരമിച്ചിരിക്കുന്ന ആളുകൾ അവർ മരിച്ചവരാണ്. ആ ദൈവികതയിലല്ല, അവർ ഈ ഭൗതികതയിലും ഐഹികതയിലും ലൗകികതയിലും മാത്രമായിട്ടിരിക്കുമ്പോൾ അത് ജീവിതമേ അല്ല. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ആ ഹയാത്താണ്. ഏത് ഹയാത്താണ്? അത് ആ ദൈവികതയിലുള്ള ജീവിതമാണ്. ദൈവികതയിലുള്ള ജീവിതമാണ് ഈ ജീവിതമെന്നും അത് ഈ ലോകത്തെ സംബന്ധിച്ച് ബാഹ്യതലത്തിൽ അത് ഒരു നിഷ്ക്രിയത്വമാകാം, നിസ്സംഗതയാകാം, അത് മരണമാകാം. പല തലത്തിൽ അതിനെ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ഈ നഫ്സ് സമ്പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ ആ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്നവനാണ് ഗുരു. നമുക്കതെല്ലാം പലപ്പോഴും പറഞ്ഞതാണ്. അതുകൊണ്ട് പറയാണ്, നിശ്ചയം ഈ മരണത്തിലാണ് ജീവിതം ഇരിക്കുന്നത്.
നിന്റെ പ്രഭവത്തിൽ നിന്ന് എത്ര കാലം നിനക്ക് വേറിട്ട് നിൽക്കാനാകും? ഇന്ന ഫീ മൗതി ഹയാത്തി യാ ഫതാ, ഹേ ദിവ്യാനുരാഗി, ഈ ജീവിതം എന്നത്, ഈ മരണത്തിലാണ് യഥാർത്ഥ ജീവിതം ഇരിക്കുന്നത്. ഈ മരണം, നിന്റെ നഫ്സിൻ്റെ മരണം, ഈ ലൗകികതയുടെ അന്ധകാരത്തിൽ പെട്ടുപോയിരിക്കുന്ന നിന്റെ ഹൃദയതലം സമ്പൂർണ്ണമായും തിരിച്ചെടുത്തുകൊണ്ട് ആ ദൈവികതയിൽ മാത്രമായിരിക്കുന്ന അനുഭവത്തിൻ്റെ, ആ ദിവ്യാനുഭവത്തിൻ്റെ, ആ ആത്മാനുഭവത്തിൻ്റെ അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നീ സംഗമത്തിലാകുന്നത്, നീ ആ വിസ്വാലിലാകുന്നത്. എത്ര കാലം നീ ഈ വിരഹത്തിൽ നിന്ന്, ഈ ഫറക്കിൽ നിന്ന്, കം ഫാറഖ് മൗത്തനി ഹത്താ മതാ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഫറക്കിൽ നിന്ന്, ഈ ഫിറാഖിൽ നിന്ന്, ഈ ഫിറാഖിൽ നിന്ന് എത്ര കാലം നിനക്ക് ആ ഫിറാഖിൻ്റെ വേദന അനുഭവിച്ചിരിക്കാൻ പറ്റും? ആ വേദനയിൽ നിന്ന് നിനക്ക് മുക്തമാകണമെങ്കിൽ നീ എന്താകണം? നീ ഇല്ലായ്മ സംഭവിക്കണം നിനക്ക്. അവിടെ മാത്രമാണ് ആ ഹയാത്ത് സംഭവിക്കുന്നത് എന്ന് ഗുരു പറയാണ്. അതിനുശേഷം പറയുന്നു 3936 ഇരടിയിൽ പറയാണ്, ഫുർഖതി ലൗ ലം തകുൻ ഫീ ദൽ സുകൂൻ ലം യഖുൽ ഇന്നാ ഇലൈഹി റാജിഊൻ. നിശ്ചയം ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്കാണ് മടക്കം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്തിലേക്ക് മടക്കം എന്ന് പറയുന്നത്? ഏതൊരു പൊരുളിൽ നിന്നാണോ വന്നത് മടക്കമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു? ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. ആ പിൻവിളിയാണ്. ഏതൊന്നാണോ വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുന്നതാണ്, അതിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ്. അപ്പോൾ വന്നതിലേക്കുള്ള തിരിച്ചെത്തലാണ് ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. അതുകൊണ്ട് ഫുർഖതി ലൗ ലം തകുൻ ഫീ ദൽ സുകൂൻ, ഈ ലോകവാസം വിരഹമല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുമായിരുന്നില്ല. ഈ ലോകവാസം എന്നത് ഏതൊന്നിൽ നിന്നാണോ വന്നത് അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന വളരെ ക്ഷണികമായ ഇടം മാത്രമാണ് ഈ ലോകവാസം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അതിലേക്ക് തന്നെ തിരിച്ചു വരൂ എന്ന് പറയുന്നത്. അതിലേക്കാണ് അതിൽ നിന്ന് വന്ന് ഏതൊന്നിൽ നിന്ന് വന്നോ അതിലേക്ക് തന്നെ തിരിച്ചെത്തണം. അത് ഈ സത്യസാക്ഷ്യത്തിലൂടെ ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കണം, അതിലേക്ക് സമ്പൂർണ്ണമായെത്തുന്നത്. അവിടെയാണ് ആ ജീവിതത്തിൻ്റെ, ആ സാക്ഷാത്കാരത്തിൻ്റെ പൂർണ്ണത സംഭവിക്കുന്നത്. ആ പൂർണ്ണത അതിൻ്റെ ഏറ്റവും സമ്പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ദേഹതലം കൂടി അതുപോലും അത്രമേൽ നിസ്സാരമെന്നറിഞ്ഞുകൊണ്ട് അതിനെപ്പോലും വളരെ എളുപ്പത്തിൽ കൈവിടാൻ സാധിക്കുന്ന ആ സമാധിയുടെ യഥാർത്ഥമായ അവസ്ഥ കൂടി അതിനോട് ചേർത്ത് പറയാം. അത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് ഗുരുക്കന്മാർ സോക്രട്ടീസിനെ കുറിച്ച്, മൻസൂർ ഹല്ലാജിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച്, അതുപോലെ ബാബാ സർമദിനെ കുറിച്ച്, ഷിഹാബുദ്ദീൻ സുഹ്രവർദിയെക്കുറിച്ച്, എത്രയോ ഗുരുക്കന്മാരെക്കുറിച്ച് പല തലത്തിൽ രക്തസാക്ഷികളായ ഗുരുക്കന്മാരുണ്ട്. ആ രക്തസാക്ഷികൾ അവർക്ക് ആ ശാരീരിക തലം അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ എത്രയോ ആ സാക്ഷാത്കാര ബോധത്തിൽ നിന്ന് രക്തസാക്ഷികളായവർ, പല തലത്തിൽ രക്തസാക്ഷികളായവരുണ്ടാകാം. അതിനെല്ലാം പല തലത്തിൽ എണ്ണപ്പെടുന്നുണ്ടാവും. യുദ്ധങ്ങളിൽ, കലാപങ്ങളിൽ, പ്രശ്നങ്ങളിലെല്ലാം അല്ലാതെയും വന്നത്. പക്ഷേ ഈ സത്യസാക്ഷ്യം സിദ്ധിച്ചവർക്ക് ഈ ശരീരതലം ഒന്നും ഒരു പ്രശ്നമേ ആവില്ല. ഇവരോടെല്ലാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സോക്രട്ടീസിനോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് മാറ്റിപ്പറഞ്ഞാൽ മതി, ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം തെറ്റാണെന്നൊന്ന് മാറ്റിപ്പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് രക്ഷ നേടാം. മൻസൂർ ഹല്ലാജിനോട് പറയുന്നുണ്ട് അത് തന്നെ, ബാബാ സർമദിനോട്. ഇതെല്ലാം ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഒന്ന് മാറ്റിപ്പറഞ്ഞാൽ മതി ഈ ജീവൻ രക്ഷിക്കാൻ. അപ്പോൾ അവർ ആ ജീവനേക്കാൾ വിലയേകുന്നത് അവരുടെ സാക്ഷ്യത്തിനാണ്. പലപ്പോഴും മറ്റ് പല ലക്ഷ്യങ്ങളോടും കൂടി ഉള്ളതാകാം. ഇവിടെ എന്നത് ആ സത്യസാക്ഷ്യം കൊണ്ടാണ്. ആ സാക്ഷ്യം അവർക്ക് അത്രമേൽ ബോധ്യമായതുകൊണ്ട് അത് മാറ്റിപ്പറയാൻ കഴിയാത്ത വിധം അവരുടെ ശാരീരിക തലം, ദേഹതലം അത്ര നിസ്സാരമായിരിക്കുന്നു. അവരുടെ ബോധ്യം അത്ര മീതയാണ്. അതുകൊണ്ടാണ് അവരതിനെ മാറ്റിപ്പറയാതിരിക്കുന്നത്. റാജിയാൻ ബാഷദ്, ഗുരു പറയുന്നു 3937 ഇരടിയിൽ, റാജിയാൻ ബാഷദ് കെ ബാസായത് ബശഹർ സൂയ വഹദത് ആയദസ് തഫ്രീഖ് ദഹർ. മടങ്ങിപ്പോകുന്നവർ അവരുടെ ജന്മഗ്രഹത്തിൽ തിരിച്ചെത്തുന്നവരാണ്. ആ സാക്ഷ്യത്തിലേക്ക് എത്തുന്നവർ, അവർ യഥാർത്ഥത്തിൽ എത്തുന്നത് അവരുടെ ജന്മഗ്രഹത്തിലാണ്. ഏതൊന്നിൽ നിന്നാണോ പിറവി കൊണ്ടത് അതിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. കാലത്താൽ വേർപ്പെടുത്തപ്പെട്ട ദ്വൈതത്തിൽ നിന്ന് ഏകതയിലേക്ക് വന്നണഞ്ഞവരാണ് അവർ. ആ ദ്വൈതത്തിൽ നിന്ന്, ആ തഫ്രീഖ്, ആ വേർപാടിൽ നിന്ന് അവർ ആ സംഗമത്തിലേക്ക് എത്തുന്നവരാണ്. ആ സംഗമത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ന ഫീ മൗതി ഹയാത്തി യാ ഫതാ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ മരണമാണ് ജീവിതമെന്ന് പറയുന്നത്.
ഈ സാക്ഷ്യമാണ് ജീവിതം എന്ന് പറയും. ആ സാക്ഷ്യത്തിലാണ് മരണം സംഭവിക്കുന്നത്, തൻ്റെ നഫ്സിൻ്റെ മരണം സംഭവിക്കുന്നത്, തൻ്റെ അഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ മരിച്ചവരെന്ന് പറയരുത്. ആ ദൈവ മാർഗത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടവരെ ഒരിക്കലും മരിച്ചവരെന്ന് പറയരുത്. അവരാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവർ. അവരെ നിനക്ക് കാണാനാകുന്നില്ല. അവർക്ക് ആഹാരം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആത്മജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ പ്രവാഹം അവരിലൂടെയാണ് ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അവർ ആ ജന്മഗ്രഹത്തിൽ തിരിച്ചെത്തുന്നവരാണ്. കാലത്താൽ വേർപ്പെടുത്തപ്പെട്ട ആ കാലം കൊണ്ട് അതിനെ മാറ്റി തീർത്തതാണ്. ഏകതയിൽ നിന്ന് ദ്വൈതത്തിലേക്ക് വന്നതാണ്. ആ വൃത്തത്തിൻ്റെ ആദ്യ ബിന്ദുവിൽ നിന്ന് ആ വൃത്തബിന്ദു ഇങ്ങനെ വികസിച്ച് വന്നതാണ്. അതിങ്ങനെ കറങ്ങി കറങ്ങി അതിൻ്റെ പ്രയാണം പൂർത്തിയാകുമ്പോൾ ആ വൃത്തപൂർത്തിയിൽ അതേ ബിന്ദുവിൽ തന്നെ തിരിച്ചെത്താനുള്ളതാണ്. അവിടെയാണ് ആ വൃത്തചക്രം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് ആ വേർപ്പെടുത്തപ്പെട്ട ആ കാലമാണ് അതിനിങ്ങനെ കൊണ്ടുപോകുന്നത്. ലാ തസുബ്ബു ദഹർ ഇന്നമാ അനദ്ദഹർ എന്നൊരു ഖുദ്സി ഹദീസിൽ പറയുന്നുണ്ട്. നിങ്ങൾ കാലത്തെ പഴിക്കരുത്, ഞാൻ തന്നെയാണ് കാലം എന്നത്. ഇന്നലെ പറഞ്ഞ ആ എറിഞ്ഞവൻ മാ റമയിത്ത, എറിഞ്ഞിട്ടില്ല, ഇത് റമയിത്ത, നീ എറിഞ്ഞപ്പോൾ എറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അവിടെ ആ ചലനാത്മകത എത്രയും എന്താണ് ആ കാലമായിട്ടിരിക്കുന്നത് അത് തന്നെയാണ്, അതൊന്നും വേറെയല്ല എന്ന പൊരുളിലേക്ക് ഈ സൂക്തവും നമ്മെ കൊണ്ടുപോവുകയാണ്. അവർ മടങ്ങിപ്പോകുന്നവർ അവരുടെ ജന്മഗൃഹത്തിലാണ്. അവർ ഏതൊന്നിൽ നിന്നാണോ ഉറവയിൽ നിന്നാണോ വന്നത് അവിടേക്കാണ്. ഇന്ന ഇലൈഹി റാജിഊൻ എന്നുകൂടി ചേർത്താണ് ഗുരു അത് പറയുന്നത്. ഇവിടെ സത്യസാക്ഷികളായവർക്ക്, അതായത് ബോധപ്രാപ്തർക്ക്, അവർക്ക് ദിവ്യജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ഭോജനം, അവരുടെ ആഹാരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ആ തലത്തെ ഗുരു ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. 3872 ഈരടിയിൽ പറയാണ്: ചൂൻ ബുരീദെ ഗശ്ത് ഹൽഖെ റിസ്ഖ് ഖ്വാർ യുർസഖൂന ഫരിഹീന ശുദ്ഗ്വാർ. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബാഹ്യജ്ഞാനത്തിൻ്റെ ഖണ്ഡം ഛേദിക്കപ്പെടുമ്പോൾ, ആ ബാഹ്യമായ തലത്തിൽ നിന്ന് ബാഹ്യമായ വിജ്ഞാനീയങ്ങൾക്കെല്ലാം ഉപരിയായി അവരുടെ ഖണ്ഡം ഛേദിക്കപ്പെടുമ്പോൾ അവരിലേക്ക് ആത്മജ്ഞാനം വർഷിക്കപ്പെടുകയും അവരതിൻ്റെ അപാരമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ആ ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് അവർ പിന്നീട് നിലകൊള്ളുന്നത്. അവരുടെ ആനന്ദാവസ്ഥ അത്രമേൽ വലിയ ആനന്ദമാണ്. ആ ജ്ഞാനത്തിൻ്റെ ആനന്ദത്തോളം വലിയ ആനന്ദം അതറിയണമെങ്കിൽ ഒരു ആരിഫിൻ്റെ, ഒരു ആത്മജ്ഞാനിയുടെ ആ മാരിഫത്തിൻ്റെ രുചി അറിയണം. ആ രുചി അറിയുമ്പോഴാണ് അത്ര ആനന്ദകരമാണ്. അതിൽ ഉള്ളം തേടുന്ന ജ്ഞാനപ്പൊരുൾ ഉള്ളിലങ്ങ് തെളിഞ്ഞ് വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദത്തോളം മഹത്തായ ഒരു ആനന്ദവും ഇല്ലെന്നറിയുന്ന ഇടമുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് ലഭിക്കപ്പെടും. അത് ഉള്ളിൽ നിന്ന് ലഭിക്കുന്നതാണ്, പുറം വായനകളിൽ നിന്നോ പുറം കേൾവികളിൽ നിന്നോ ഒന്നുമല്ല. അതിൻ്റെ ഉള്ളകങ്ങളിലുള്ള അന്വേഷണത്തിൻ്റെ, ആ തേടലിൻ്റെ, ആ തൃഷ്ണയുടെ ഒരു ആത്മദാഹമുണ്ട്. ആത്മദാഹം വരാനുണ്ട്. ആ ഫിറാഖിൽ നിന്നുണ്ടാകുന്ന ആ അറിയാനുള്ള വെമ്പലുണ്ട്. ആ വെമ്പലിൽ നിന്ന്, ഉള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കുമ്പോൾ ആ ആനന്ദം അത്രമേൽ അപാരമാണ്. ആ ആനന്ദത്തെയും ആത്മാന്വേഷികളും ദിവ്യാനുരാഗികളുമായവരെക്കുറിച്ചുമുള്ള അവരുടെ ബോധ്യവും വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തത്തിൽ പറയും. വിശുദ്ധ ഖുർആൻ 3-ാമത്തെ അധ്യായം ആൽ ഇംറാൻ 170-ാമത്തെ സൂക്തത്തിൽ അത് പറയുന്നു. ആ സൂക്തത്തിൻ്റെ അതിൽ നിന്നുള്ള അക്തിബാസാണ് ഇവിടെ ചേർത്തത്. യുർസഖൂന ഫരിഹീന ശുദ്ഗ്വാർ എന്ന് പറഞ്ഞത്. ഇതിൽ പറയാണ് ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. ആത്മനാഥൻ അവൻ്റെ മഹാകൃപയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതിൽ അവർ അപാരമായ ആനന്ദം അനുഭവിക്കുന്നു എന്നത്. ഫരിഹീന, അവർ അത്രമേൽ ആനന്ദം അനുഭവിക്കുന്നു. ബിമാ ആതാഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് വർഷിച്ച് നൽകുന്നതിൽ, മിൻ ഫളിഹി, അവൻ്റെ അപാരമായ കൃപയിൽ നിന്ന് അവരിങ്ങനെ വർഷിച്ച് നൽകുകയാണ്. ആ വർഷിച്ച് നൽകുന്നതിൽ അവരിങ്ങനെ അത്രമേൽ അപാരമായ ആനന്ദം അനുഭവിക്കുകയാണ്. അതാണ് അവർ യുർസഖൂൻ എന്ന് പറഞ്ഞത്. അവരെ മരിച്ചവരെന്ന് പറയരുത്. കാരണം അവർക്കകമേ അവർ അത്രമേൽ ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് അവർ. ആ ആനന്ദത്തിൻ്റെ വല്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് അവർ പറയുന്നത്. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്നത്. അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആ യുർസഖൂൻ, അത് ലഭിക്കുമ്പോൾ, ആ ആഹാരം അവർക്ക്, ആ ഭോജനം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അത് വർഷിക്കപ്പെടുമ്പോൾ അവരനുഭവിക്കുന്ന അപാരമായ ആനന്ദത്തെ കൂടി ചേർത്താണ് പറയുന്നത്. ഈ ജ്ഞാനത്തിൻ്റെ ആനന്ദമാണ്, ആ ദിവ്യാനുഭവത്തിൻ്റെ ആനന്ദമാണ്, ആ ദിവ്യ സംഗമത്തിൻ്റെ ആനന്ദാവസ്ഥയാണ് പറയുന്നത്. ആ സത്യസാക്ഷികൾക്ക് മാത്രമാണ് അത് സാധ്യമാകുന്നത്. ആ സത്യസാക്ഷ്യം എന്നത് നേരത്തെ പറഞ്ഞു, ആ റിയലൈസേഷനാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആ ഇരുളുകൾ അത്രയും പോയി മറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്.
ആ പദാർത്ഥത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, ഈ ലൗകികതയിൽ നിന്ന്, ഈ ഐഹികതയിൽ നിന്ന് പരമമായതിലേക്ക് മാറുമ്പോഴാണ്. അതുവരെ ആ സാക്ഷ്യം, ആ ഷഹാദത്ത് പൂർണ്ണമാകുന്നത് അവിടെയാണ് ആ സാക്ഷ്യം സിദ്ധമാകുന്നത്. അവിടെയാണ് പരമബോധവും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പരമബോധത്തിന് സാക്ഷിയായിക്കൊണ്ടേയിരിക്കുകയാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ പ്രണയദൂതനും സാക്ഷിയാവുകയാണ്. ഇത് രണ്ടും അകമയാണ് ആ സാക്ഷിയായിക്കൊണ്ടേയിരിക്കുന്നത്. ആ സാക്ഷ്യത്തെ സിദ്ധമാകുന്നത് തൻ്റെ അകമയാണ്. ആ തന്നെ കണ്ണാടിയിൽ ദർശിക്കുന്ന ആത്മസൗന്ദര്യ ദർശനമാണത്. ആ ഇഹ്സാൻ, നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഇഹ്സാൻ എന്നത് അവനെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആ സൗന്ദര്യത്തെ, ആത്മസൗന്ദര്യത്തെ ദർശിക്കുകയാണ്. അത് വേറെ എവിടെയുമല്ല, തന്നിൽ തന്നെ ദർശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ആ പരമബോധവും പ്രണയദൂതനും തന്നിൽ നിന്ന് തന്നെ സാക്ഷിയാവലാണ്. നിതാന്തമായ സാക്ഷ്യത്തെയാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അവിടെ തൻ്റെ പ്രഭവത്തിൽ നിന്ന് ആത്മജ്ഞാനമാകുന്ന ആഹാരം നിരന്തരം ഉറവയെടുത്തുകൊണ്ടേയിരിക്കുന്നു, തനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ആനന്ദത്തിൽ അത് നിത്യമായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിത്യജീവൻ ലഭിച്ച ഇവരെയാണ് സത്യസാക്ഷികൾ എന്ന് പറയുന്നത്. ആ സത്യസാക്ഷികൾ ഒരിക്കലും എന്താണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരെ മരിച്ചവരെന്ന് പറയരുത്. നീ അവരെ മരിച്ചവരായി ഗണിക്കുകയേ ചെയ്യരുത്. കാരണം എന്താണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവരിലേക്ക് വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു, അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ, അവരെന്താണ്, ആ സാക്ഷ്യം സിദ്ധിച്ചവരെ നീ മരിച്ചവരെന്ന് പറയരുത്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, നിനക്കത് ദർശിക്കാനാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഗുരു ഈ സൂക്തത്തിൻ്റെ പൊരുളിനെ നമുക്കായി പകർന്നു തന്നത്. ഇതിൻ്റെ അവസാനത്തിൽ നമുക്ക് ഈ സത്യസാക്ഷ്യത്തെയും രക്തസാക്ഷ്യത്തെയും ഒരുമിച്ച് ചേർത്ത ആ മഹാഗുരുവായ ഹസ്രത്ത് ഹുസൈനെ കുറിച്ചിട്ട് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ഈ പൂർണ്ണതയെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞ മഹാഗുരുവാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കവിതയോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ വളരെ വിശ്രുതമായ ഒരു കവിതയാണ്. അതിൽ പറയാണ്, ഷാഹസ്ത് ഹുസൈൻ ബാദ്ഷാഹസ്ത് ഹുസൈൻ ദീനസ്ത് ഹുസൈൻ ദീൻ പനാഹസ്ത് ഹുസൈൻ സർദാദ് നദാദ് ദസ്ത് ദർദസ്ത് യസീദ് ഹഖാക്ക് ബിനാ ലാ ഇലാഹസ്ത് ഹുസൈൻ എന്നാണ്. ആ സാക്ഷ്യത്തെയും പൂർത്തീകരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ അധികാരത്തിൻ്റെയോ ഭരണത്തിൻ്റെയോ അല്ല, യഥാർത്ഥ സാക്ഷ്യത്തിൽ എത്തിയവനാണ്. ആ സാക്ഷ്യത്തിൽ അറിഞ്ഞുകൊണ്ട് ഈ സ്ഥൂലവും സൂക്ഷ്മവുമായി ഈ ഹത്തിൻ്റെ എല്ലാ ഇടങ്ങളും നിഷ്ഫലമെന്നും അതൊന്നുമല്ലെന്നും പരമമായ ആ പരമബോധത്തെ പ്രാപിക്കലാണ് യഥാർത്ഥ രാജാധിപത്യമെന്നും അറിഞ്ഞുകൊണ്ട് പറയാണ്, ഷാഹസ്ത് ഹുസൈനാണ് യഥാർത്ഥ രാജാധിപതി. ബാദ്ഷാഹസ്ത് ഹുസൈൻ ചക്രവർത്തിയാണ്. ദീനസ്ത് ഹുസൈൻ യഥാർത്ഥ ധർമ്മം എന്നത് അത് ഹുസൈനാണ്. ദീൻ പനാഹസ്ത് ഹുസൈൻ ദീനിൻ്റെ സംരക്ഷകനും യഥാർത്ഥ ധർമ്മത്തിൻ്റെ രക്ഷകനും ഹുസൈനാണ്. ആ രക്ഷ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ സാക്ഷാത്കാരത്തിലൂടെ, തൻ്റെ രക്തസാക്ഷ്യത്തിലൂടെ ബോധ്യപ്പെടുത്തിയവനാണ് ഹുസൈൻ. അത് വലിയൊരു വിഷയമാണ്. നമുക്ക് അതിനെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ കവിതയോട് ചേർത്ത് നമ്മളതറിയാം. എന്നിട്ട് പറയാണ് സർദാദ്, അതുകൊണ്ട് തൻ്റെ തല തന്നെ നൽകി, നഹ്ദാദ് ദസ്ത് കൈ നൽകിയില്ല, ദർദസ്തെ യസീദ് കൈ നീട്ടിയപ്പോൾ അധികാരത്തിൻ്റെ ആ ബിംബമായിരുന്ന, അധികാര കേന്ദ്രമായിരുന്ന യസീദിനെ ഒന്ന് കൈ കൊടുത്തിരുന്നെങ്കിൽ അവിടെ തൻ്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, സർദാദ് തല തന്നെ കൊടുത്തു, കൈ കൊടുത്തില്ല യസീദിൻ്റെ കൈകൾക്ക്. ഹക്കാക്കെ ബിനാല ഇലാഹസ്ത് ഹുസൈൻ, ആ ഹക്കായി തീർന്നു. എന്തിൻ്റെ, ആ ലാ ഇലാഹയുടെ, ആ ലാ ഇലാഹ ഇല്ലാത്ത ഹക്ക് തന്നെയാണ്. എല്ലാ ദ്വൈതങ്ങളിൽ നിന്നും ബഹുത്വങ്ങളിൽ നിന്നും മുക്തമായ ഏകതയുടെ ഹക്ക് തന്നെയാണ് ഹുസൈൻ. അതിൻ്റെ സാക്ഷ്യത്തെ പ്രാപിച്ചവനാണ് ഹുസൈൻ എന്ന് പറയുന്നു. നമുക്ക് തുടരാം. സ്നേഹം.